So dear students, today we will study about multimedia hardware. What is multimedia? What are the components of multimedia? What is multimedia system? What are the components of multimedia systems? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഫസ്റ്റ് മൊഡ്യൂളിൽ ഇനി പഠിക്കാനുള്ളത് മൾട്ടിമീഡിയ എന്ന് പറയുമ്പോൾ അതിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഉൾപ്പെടും. അങ്ങനെയാണെങ്കിൽ മൾട്ടിമീഡിയ പ്രാവർത്തികമാകാൻ ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർ കമ്പോണൻസ് എന്തൊക്കെ? See, when we study about multimedia, the most important hardware which often deals with is CD-ROM and DVD. നമുക്ക് CD-ROM, DVD ഇവ മൾട്ടിമീഡിയ പ്രോസസ്സിങ്ങിന് പലപ്പോഴും ആവശ്യമായിട്ട് വരും. CD-ROM എന്ന് പറയുമ്പോൾ കോമ്പാക്റ്റ് ഡിസ്ക് റീഡ് ഒൺലി മെമ്മറി. നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകളിൽ ഇത് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എ പോപ്പുലർ മീഡിയ ഫോർ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ഡാറ്റ. മൾട്ടിമീഡിയ ഡാറ്റയെ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് CD-ROM. നിങ്ങൾക്കറിയാം CD-ROMനകത്ത് മൾട്ടിമീഡിയ കമ്പോണൻസ് ആയിട്ടുള്ള വീഡിയോസ്, അതായത് വീഡിയോ, മ്യൂസിക്, അതുപോലെ തന്നെ സ്ലൈഡ്സ് എല്ലാം കൂടെ മെർജ് ചെയ്തുണ്ടാക്കുന്ന പ്രോഡക്ട്സ് ആണ് നമ്മൾ മൾട്ടിമീഡിയ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് CD-ROMനകത്താണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഫിലിംസ് എന്ന് പറയുമ്പോൾ മൾട്ടിമീഡിയ കമ്പോണൻ്റ്, അത് CD-ROMൽ കാണും, DVD-യിൽ കാണും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ലാർജ് മൾട്ടിമീഡിയ ഫയൽസ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ CD-ROM ഉപയോഗിക്കപ്പെടും. സോ ഇറ്റ് ഈസ് എ വെരി പോപ്പുലർ സ്റ്റോറേജ് മീഡിയം ഫോർ ട്രാൻസ്പോർട്ട് ഓഫ് മൾട്ടിമീഡിയ ഡാറ്റ. Data written on disk by burning tiny holes interpreted as binary zeros and ones by software. നിങ്ങൾക്കറിയാം മൾട്ടിമീഡിയ ഡാറ്റ ഈ CD-ROMനകത്തോട്ട് എഴുതുന്നത് എങ്ങനെയാണ്? വൺസ് ആൻഡ് സീറോസെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ടൈനി PITS സ്മോൾ ഹോൾസ് ഈ CD-ROMൻ്റെ ഷൈനി സർഫസിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ data is stored in the form of zeros and ones by creating or burning tiny dots or holes or PITS എന്ന് പറയും. അത് പ്രോപ്പറായിട്ട് പിന്നെ കോൺസെൻട്രിക് സർക്കിൾസ് പോലെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള കഴിവ് അതിൻ്റെ ഡിവൈസസിലുണ്ട്. നൗ CD-ROM ഈസ് ഒൺലി എ റീഡ് ഒൺലി ഡിവൈസ്. അപ്പോൾ നോർമൽ CD-ROM എന്ന് പറയുന്നത് റീഡ് ഒൺലി ഡിവൈസാണ്. അതായത് വൺസ് അതിനകത്തേക്ക് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീഡ് ചെയ്യാനേ ഒക്കൂ. നേരെ മറിച്ച് CD-ROMന് പല വെറൈറ്റീസ് ഉണ്ട്. റൈറ്റ് ചെയ്യാൻ ഒക്കുന്ന ടൈപ്പ് CD ഇറങ്ങുന്നുണ്ട്. അതിന് വേറൊരു പേരാണ് നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് പറയുന്നത്. അതായത് CD റീറൈറ്റബിൾ, അങ്ങനെയൊക്കെയുള്ള വേരിയൻസ് ഉണ്ട് CD-ROMനും. ജനറൽ നോർമൽ എന്ന് പറയുന്നത്, നോർമൽ CD-ROM എന്ന് പറഞ്ഞാൽ റൈറ്റ് വൺസ്, ഒരിക്കൽ എഴുതുക, ഉപയോഗിക്കുക, അത് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇറേസ് ചെയ്ത് എഴുതാൻ ഒക്കത്തില്ല. ഡാറ്റ ക്യാൻ ബി റിട്ടൺ ഓൺലി വൺസ്. അതാണ് നോർമൽ CD-ROM. ടിപ്പിക്കലി ദേ ക്യാൻ സ്റ്റോർ അബൌട്ട് 600 MB ഓഫ് ഇൻഫർമേഷൻ. നമ്മൾ പ്ലെയിൻ നോർമൽ CD-ROM സ്റ്റേഷനറി ഷോപ്സുകളിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 600 MBയോളം ഡാറ്റ അതിനകത്ത് സ്റ്റോർ ചെയ്യാം. വിത്ത് ടൈം സ്പീഡ് ഹാസ് ഇംപ്രൂവ്ഡ്. ഇനി അതിൻ്റെ ഫാസ്റ്റ്നെസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4x ഇൻ 1995 to 50x നൗ. ഇപ്പോൾ ഏകദേശം 4x എന്ന് പറയുന്ന റെവല്യൂഷൻ സ്പീഡ്, എക്സ് ഇൻറ്റു ഒരു പർട്ടിക്കുലർ റെവല്യൂഷൻസ് ആണുള്ളത്. ഇപ്പം 4x എന്ന് പറയുന്ന സ്പീഡിൽ നിന്ന് ഒരു 50x പോലുള്ള വളരെ ഫാസ്റ്റായിട്ട് ഡാറ്റ റൈറ്റ് ചെയ്യുന്ന CD-ROMs ഉണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് അതിനകത്തോട്ട് ഡാറ്റ റൈറ്റ് ചെയ്ത് ഡാറ്റ കയറ്റാൻ നോക്കും മൾട്ടിമീഡിയ. നൗ DVD-ROMs എന്ന് പറയുമ്പോൾ എന്താ? DVD-ROMs എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക് എന്നാണ് DVD-ക്ക് പറയുന്നത്. ഡിജിറ്റൽ വെർസറ്റൈൽ ഡിസ്ക്. പഴയ കാലത്ത് അത് ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് എന്നും വിളിക്കാറുണ്ട്. ദേ അലൗ എ ഫ്യൂ ജിഗാബൈറ്റ്സ് ഓഫ് ഡാറ്റ ഓൺ എ സിംഗിൾ ഡിസ്ക്. CD-ROMനകത്ത് MB ഓഫ് ഡാറ്റ 600 MB ആണെങ്കിൽ 1 GB, 2 GB, 4 GB രീതിയിൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടെക്നോളജിയാണ് DVD-ക്കകത്തുള്ളത്. ഇറ്റ് ഈസ് ഐഡിയൽ മീഡിയ ഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് മൾട്ടിമീഡിയ പ്രൊഡക്ഷൻസ് ലോ കോസ്റ്റ്. വളരെ ചെറിയ ഒരു 30, 40, 50 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഈ DVD-ROMനകത്ത് നമുക്ക് എനോർമസ് ആയിട്ടുള്ള ഫിലിംസ്, 4, 5, 6 സിനിമകളൊക്കെ, ഇംഗ്ലീഷ് ഫിലിംസൊക്കെ
ഒരു DVD റോമിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഒക്കും, മൾട്ടിമീഡിയ കണ്ടൻറ്റ് സ്റ്റോർ ചെയ്യാൻ ഒക്കും. അപ്പോൾ DVD ആൻഡ് CD ROM ഈസ് എ വെരി പോപ്പുലർ മൾട്ടിമീഡിയ ഹാർഡ്വെയർ വിച്ച് ക്യാൻ ക്യാരി ഡാറ്റ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ വിച്ച് ക്യാൻ സ്റ്റോർ മൾട്ടിമീഡിയ കണ്ടൻറ്റ്സ്. ഇനി രണ്ടാമത് മൾട്ടിമീഡിയ സിസ്റ്റംസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് മൾട്ടിമീഡിയ ഫീച്ചർ ഉണ്ടെങ്കിൽ മൈക്രോഫോൺ അതിനകത്ത് കാണും. മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു ഇൻപുട്ട് സൗണ്ട് ദാറ്റ് ഈസ് ദെൻ സ്റ്റോർഡ് ഇൻ ഡിജിറ്റൽ ഫോം. ഡിജിറ്റൽ ഫോമിലേക്ക് നിങ്ങളുടെ അനലോഗ് സൗണ്ട്, നിങ്ങളുടെ മൗത്തിൽ നിന്ന് വരുന്ന സൗണ്ട് എന്ന് പറയുന്ന അനലോഗ് ഫോമാണ്, അതിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് മൈക്രോഫോൺ. കമ്പ്യൂട്ടേഴ്സിനാണെങ്കിൽ പ്രത്യേകതരം മൈക്രോഫോൺസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് കണക്ട് ചെയ്താൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ വെക്കും. The microphone is used for various applications like adding sound to a multimedia presentation or for mixing music. അപ്പോൾ ഉദാഹരണത്തിന് തന്നെ ഈ വീഡിയോ ട്യൂട്ടോറിയൽ ഞാൻ എടുക്കാനായിട്ട് ഞാൻ പിന്നെ ഒരു മൈക്രോഫോൺ ഉപയോഗിക്കുന്നുണ്ട് എൻ്റെ മൊബൈലിലേക്ക്, അല്ലേ? ആ മൈക്രോഫോൺ വഴി സംസാരിക്കുന്ന ഡാറ്റ ഡിജിറ്റൽ ഫോമിലേക്ക് PPT വിഷ്വൽസുമായിട്ട് മെർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനാണ് മൈക്രോഫോൺ ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തെ മൾട്ടിമീഡിയ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ കമ്പോണൻ്റ് സ്പീക്കറാണ്. അപ്പോൾ മൾട്ടിമീഡിയ ഫയൽ പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇൻഫർമേഷൻ ആളുകൾക്ക് നൽകേണ്ടതാണ്. അപ്പോൾ സ്പീക്കർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ടു പ്രൊഡ്യൂസ് സൗണ്ട് വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ ഡിജിറ്റൽ ഫോം. ഡിജിറ്റൽ ഫോമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സൗണ്ടിനെ തിരിച്ച് ആളുകളുടെ ചെവിയിൽ സൗണ്ടിൻ്റെ രൂപത്തിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ദ സ്പീക്കർ ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻ ലൈക്ക് ആഡിങ് സൗണ്ട് ടു എ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻ ഓർ മൂവി ഡിസ്പ്ലേസ്. മൂവി ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്തോ മൾട്ടിമീഡിയ പ്രസൻറ്റേഷൻസ് നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്തോ അതിൽ മെർജ് ചെയ്തിരിക്കുന്ന പിന്നെ വോയിസ് കമ്പോണൻറ്റിനെ ആളുകൾക്ക് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിച്ച് കൊടുക്കുന്ന ജോലിയാണ് സ്പീക്കറിന് ഉള്ളത്. മോഡേൺ ഡേ സ്പീക്കറൊക്കെ വളരെ അഡ്വാൻസ് സ്പീക്കറുണ്ട്. പണ്ടത്തെ സ്റ്റീരിയോ, അതിൽ നിന്ന് 2.1 ചാനൽ സിസ്റ്റം, 5.1 ചാനൽ, അതിനേക്കാൾ 7.1 ചാനൽ, അങ്ങനെ പുതിയ പുതിയ മോഡേൺ ടെക്നോളജിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബാസും ട്രബിളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഡിജിറ്റൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൾട്ടിമീഡിയ കമ്പോണൻ്റ് ഈസ് സൗണ്ട് കാർഡ്. സൗണ്ട് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മൾട്ടിമീഡിയ ഫെസിലിറ്റി ഉള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത്. സൗണ്ട് കാർഡ് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആൻ എക്സ്പാൻഷൻ കാർഡ് ഓർ കമ്പോണൻറ്റ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ടു റിസീവ് ആൻഡ് സെൻഡ് ഓഡിയോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ ഡിജിറ്റൽ ഫോമിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഡിജിറ്റൽ ഫോമിലേക്ക് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ തിരിച്ച് സ്പീക്കർ വഴിയാണ് അത് ഓഡിബിൾ ആവുന്ന ഫോമിലേക്ക്, മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഫോമിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സർ പുറത്തേക്ക് വിടുന്ന ഈ ഓഡിയോ സിഗ്നൽസ് അതേപടി സ്പീക്കറിലേക്ക് എത്തുകയാണെങ്കിൽ സ്പീക്കറിനത് കൺവെർട്ട് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. അതിനുവേണ്ടിയാണ് സ്പീക്കർ നിലനിൽക്കുന്നത്. പക്ഷേ ഒരു ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആവശ്യമാണ് സ്പീക്കറിനെ സഹായിക്കാൻ. അപ്പോൾ നമ്മുടെ CPU പ്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോയും ഓഡിയോയും സിഗ്നൽസിലെ ഓഡിയോ സിഗ്നൽസിനെ ഇൻപുട്ടായിട്ട് എടുത്ത് അതൊരു കൺവേർഷൻ നടത്തി സ്പീക്കറിലേക്ക് വിട്ട് ഓഡിബിൾ ഫോമിലേക്ക് മാറ്റുന്ന ആ ഇടനിലക്കാരനാണ് സൗണ്ട് കാർഡ് എന്ന് പറയുന്നത്. നല്ല സൗണ്ട് കാർഡ് ആണെങ്കിൽ മാത്രമേ കമ്പ്യൂട്ടറിനകത്ത് എത്ര നല്ല സ്പീക്കർ ആണെങ്കിലും നല്ല രീതിയിലുള്ള സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കൂ. കമ്പ്യൂട്ടറിൻ്റെ പ്രോസസ്സർ പുറത്തേക്ക് വിടുന്ന ഓഡിയോ സിഗ്നലിനെ ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് ഒരു ഇടനിലക്കാരൻ്റെ രീതിയിൽ ഇരുന്ന് കൺവെർട്ട് ചെയ്ത് അത് സ്പീക്കറിന് മനസ്സിലാവുന്ന ഫോമിലേക്ക് വിടുകയും പിന്നെ സ്പീക്കർ ബാക്കി അത് ആംപ്ലിഫൈ ചെയ്ത് നല്ല രീതിയിൽ കേൾപ്പിക്കും. സൗണ്ട് കാർഡ്സ് ആർ കോൺഫിഗേർഡ് ആൻഡ് യൂട്ടിലൈസ്ഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ആൻഡ് എ ഡിവൈസ് ഡ്രൈവർ. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഒരു സൗണ്ട് കാർഡ് ഉണ്ടെങ്കിൽ ആ സൗണ്ട് കാർഡ് സിസ്റ്റത്തിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിട്ട് സിസ്റ്റം കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഒരു ഡിവൈസ് ഡ്രൈവർ എന്ന് പറഞ്ഞ ഒരു സ്മോൾ സോഫ്റ്റ്വെയർ ആണ് ഈ സൗണ്ട് കാർഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഡിവൈസ് ഡ്രൈവറാണ് സൗണ്ട് കാർഡുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ഈ പറയുന്ന ഇടനിലക്കാരൻ്റെ ജോലി ചെയ്തു തരുന്നത്. സോഫ്റ്റ്വെയർ വിത്ത് സൗണ്ട് കാർഡ്. ഓക്കെ, ദ ഇൻപുട്ട് ഡിവൈസ് അറ്റാച്ച്ഡ് ടു റിസീവ് ഓഡിയോ ഡാറ്റ ഈസ് യൂഷ്വലി എ മൈക്രോഫോൺ
while the device used to output audio data is generally speakers or headphones. അപ്പോൾ സാധാരണ രീതിയിൽ ഈ സൗണ്ട് കാർഡ് ഈ ഡാറ്റ ഇൻപുട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡാറ്റ പുറത്തേക്ക് വിടുന്ന കേസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആ സമയത്ത് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാം, ഇൻപുട്ട് ഡിവൈസ് വിച്ച് ഈസ് അറ്റാച്ച്ഡ് ടു റിസീവ് ഓഡിയോ ഡാറ്റ റിസീവ് ചെയ്ത് സിസ്റ്റത്തിനകത്തേക്ക് വിടുന്നത് മൈക്രോഫോണാണ്. അതുപോലെ തന്നെ ഡിവൈസ് പിന്നെ സ്പീക്കറിലേക്ക് വോയിസ് കൺവേർട്ട് ചെയ്ത് വിടുന്നത് പിന്നെ സൗണ്ട് കാർഡാണ്. അത് പുറത്തേക്ക് യഥാർത്ഥത്തിൽ മനുഷ്യർ മനസ്സിലാവുന്ന ഫോമിലേക്ക് മാറ്റുന്നത് ആരാണ്? സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കർ, മൈക്രോഫോൺ ആൻഡ് സൗണ്ട് കാർഡ് ഈസ് വെരി എസെൻഷ്യൽ. Now the sound card converts the incoming digital audio data into analog data. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ CPU പുറത്തേക്ക് വിടുന്ന ഡിജിറ്റൽ ഫോമിലുള്ള സിഗ്നൽസിനെ കൺവേർട്ട് ചെയ്ത് അനലോഗ് ഫോമിലേക്ക് മാറ്റി സ്പീക്കറുടെ കയ്യിലേക്ക് കൊടുക്കും. അപ്പോൾ സ്പീക്കറിന് എന്ത് ചെയ്യാൻ നോക്കും? സ്പീക്കേഴ്സ് ക്യാൻ പ്ലേ ഇറ്റ് ഇഫക്റ്റീവ്ലി. നല്ല രീതിയിൽ അത് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കും. In the reverse case, the sound card can convert analog audio data from microphone into digital data. അപ്പോൾ തിരിച്ച് മൈക്രോഫോണിൽ കൂടെ വരുന്ന സൗണ്ടിനെ തിരിച്ച് ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും സൗണ്ട് കാർഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 2-way പ്രോസസ്സാണ് ചെയ്യുന്നത്. മൈക്രോഫോണിൽ നിന്ന് അങ്ങോട്ട് വരുന്നതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ഫോമിലേക്കാക്കി CPU കയ്യിൽ കൊടുത്ത് പ്രോസസ്സ് ചെയ്യിപ്പിക്കും. സൗണ്ട് കാർഡ്സ് ആർ ഓൾസോ നോൺ ആസ് ഓഡിയോ അഡാപ്റ്റേഴ്സ്. മറ്റൊരു പേര് ഓഡിയോ അഡാപ്റ്റർ എന്ന് ആണ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ.